എന്റെ അച്ഛന് പറ്റും. വെൽക്കം ബാക്ക് ടു എൻജോയ്ക്ക്. നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന് പറഞ്ഞൊരു പടത്തിന്റെ ട്രെയിലറാണ്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൂവി എപ്പോഴാണ് ഇറങ്ങിയെന്നോ അല്ലെങ്കിൽ എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല. പക്ഷെ ഇപ്പോൾ അത്യാവശ്യം നല്ല ചർച്ചയുണ്ട് ഈ ഒരു മൂവിനെ പറ്റിയിട്ട്. എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് ഇത് ഹിറ്റ് ആയില്ല, പക്ഷെ എന്താ പറയാ, പിന്നീട് OTT വന്നപ്പോൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെയാണ്. പിന്നെ പേരും ഒരു ഭയങ്കര ഡിഫറെന്റ് ആണ്, ഇല്ലേ? അതായത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയാ, കാണാനായിട്ട് അങ്ങനെ പെട്ടെന്ന് തോന്നില്ല. അതായത് ഭയങ്കര ഒരു കല ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമായിരിക്കും ഇതൊന്ന് കണ്ടാലോ എന്നൊക്കെ തോന്നുക. അല്ല, അത് പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഡാൻസ് റിലേറ്റഡ് എന്തെങ്കിലും ആണോ പടം, അല്ല അങ്ങനെയല്ല ഫീൽ ചെയ്യുക. അതൊരു മിസ്ലീഡിംഗ് ഉണ്ട് ആ ടൈറ്റില്. പക്ഷെ തമ്മിലൊക്കെ കാണാൻ മനസ്സിലാവുന്നുണ്ട് കേട്ടോ, ഒരു ലോഡ് ക്രൗഡ് ഉണ്ട് ആ ഒരു തമ്മിലിന്റെ തന്നെ കാണുമ്പോൾ. അപ്പൊ ഒരു മൾട്ടി ആ ഒരു സംഭവം ഉണ്ട്, നമ്മുടെ ആട് പോലത്തെ ജോണർ, അല്ലെങ്കിൽ ഇപ്പൊ വാഴ, ഇപ്പൊ നമ്മളിപ്പോ റിയാക്ട് ചെയ്ത വാഴേന്റെ അകത്തൊക്കെ ഒരു ലോഡ് ആൾക്കാരില്ല. ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോന്ന് അറിയില്ല പടത്തില്. നമ്മൾ ഈ പടം കണ്ടിട്ടില്ല. പടത്തിനകത്ത് ഇതിനെ പറ്റിയിട്ടൊക്കെ, ഇനി കലേനെ പറ്റിയിട്ടൊക്കെ പറയണ്ടോന്ന് നമുക്ക് അറിയില്ല കേട്ടോ. അപ്പൊ അത് കണ്ടന്നെ അറിയണം എന്താ സംഭവം എന്ന്. പക്ഷെ സ്റ്റാർ കാസ്റ്റ് നോക്കുമ്പോഴാണെങ്കിൽ അത്യാവശ്യം ഭയങ്കര, അതായത് നമ്മൾ പറയല്ലേ 1-2 സ്റ്റാർ കാസ്റ്റിനെ പറയാമെന്ന് വിചാരിക്കുമ്പോൾ ആരെ പറയണം എന്ന് മനസ്സിലാവാത്ത ലോഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലെടുത്ത് പറയേണ്ട സൈജു കുറുപ്പ് അതുപോലെ സുരാജ് കുഞ്ഞാറും രണ്ടുപേരും ഉണ്ട്. അതിൽ സൈജു കുറുപ്പാന്ന് തോന്നുന്നു ലീഡിങ്, ഫസ്റ്റ് പേര് കൊടുത്തേക്കണ ആളുടെ തന്നെയാണ്. ഇത് ഫസ്റ്റ് പാർട്ടിലും സൈജു കുറുപ്പ് ഉണ്ടെന്ന് തോന്നുന്നു, സുരാജ് ഉണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഈ പടം OTT വന്നപ്പോൾ അത്യാവശ്യം ആളുകളെ ഏറ്റെടുത്തു? ചിലപ്പോൾ എനിക്ക് തോന്നുന്നേ ആ ഒരു സ്റ്റാർ കാസ്റ്റ് ഒക്കെ കണ്ടിട്ടും നീ പറഞ്ഞ പോലെ ആ പേരൊക്കെ മിസ്ലീഡ് ചെയ്തായിരിക്കും ചിലപ്പം പടം തിയേറ്ററിൽ ഓടാഞ്ഞത്. പക്ഷെ പിന്നിട് ചിലപ്പം കണ്ടന്റ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ആ ഒരു ഇതായിരിക്കും. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഫ്ലോപ്പ് ആയ പടത്തിന് 2ാം ഭാഗം പോലും ഇല്ല. ഇങ്ങനെ ഒരു പടം ഉണ്ടോ എന്താന്നുള്ള. അപ്പൊ ഞാനിത് ചെയ്യാന്ന് പറഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചു ഓക്കെ, അത്യാവശ്യം നല്ലോണം റീച്ച് പോയിട്ടുണ്ട് ഇതിന്, അപ്പൊ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. കൃഷ്ണദാസ് മുരളി എന്ന് പറഞ്ഞിട്ടാണ് ഡയറക്ടറിന്റെ പേര് കൊടുത്തേക്കണേ. ആ പേര് ഞാൻ ഇതിന് മുന്നേ കേട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഡയറക്ടറിന്റെ മ്യൂസിക് ഡയറക്ടർ എന്തോ ഇലക്ട്രോണിക് കിളി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്താണ് ഒറിജിനൽ ആണോ, ഇനി എന്തെങ്കിലും നിക് നെയിം ആണോ? നമുക്കെന്തായാലും കണ്ടുനോക്കാം. താഴെയുള്ള അനീച്ചർക്ക് സിനിമയിൽ ഒരു കണ്ണുണ്ട്. ഇപ്പൊ സംവിധായകൻ ജിത്തു ജോസഫിന്റെ കൂടെ കൂടിയിട്ടുണ്ട്. ഇതിൽ ജോർജ് കുട്ടി ഇല്ലാത്ത സമയത്ത് ക്ഷണിക്കപ്പെടാത്ത മറ്റു നിർത്തി വീട്ടിൽ നിന്ന് പ്രശ്നമുണ്ട്. സാറ്റ് കളിക്കാൻ ഞാൻ കൂടാം. അല്പനേരം നീണ്ട പിടിവലി അദ്ദേഹം നമ്മളെ പിരിയും. കൊലപാതകവും ഇവിടെ ഉണ്ടോ? തീരുമാനത്തിലേക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഒരു സെറ്റ് കൊലയാളികൾ, ഒരു ശവം. നമ്മുടെ ഈ അവസ്ഥയൊക്കെ മനസ്സിലാക്കി നമ്മളെ സഹായിക്കാൻ ഈ നാട്ടിലാരെയുണ്ട്. നമ്മള് മാത്രമല്ല, വേറെ ആൾക്കാരുണ്ട് അവന്റെ ലിസ്റ്റിൽ. ആളുകളാണ് ഈ പടത്തിൽ ധ്യാനത്തിന് പോണത്. 2 അമ്മമാരും ഒരേ ശായുള്ള ധ്യാനം. അതെ, അങ്ങനെയൊക്കെ പറ്റും. എന്റെ അച്ഛന് പറ്റും. ഇവനീ പറഞ്ഞതിൽ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ അവനെ പറ്റിഞ്ഞു. അതുകൊണ്ടല്ലേ ഇതൊക്കെ വലിയ റിസ്കാ. അതൊക്കെ തുടക്കടി തോന്നാം. ഇന്നായി കഴിഞ്ഞ പിന്നെ ഭയങ്കര ത്രില്ല. ത്രില്ലർ വിത്ത് കോമഡിയാണ് കേട്ടോ. ഇതങ്ങനെ പുറത്തറിഞ്ഞാലുണ്ടല്ലോ കുടുംബത്തോടെ എന്തൊരു സിമ്പിളാണ് ഫാമിലി. അത്ഭുതം. പരീക്ഷണം കേട്ടോ പടം. ഈ ക്ലൈമാക്സിൽ ജോർജ് കുട്ടിയും ഫാമിലി അകത്ത് പോണ വല്ലതുമാണ്. ആ ജോർജ് കുട്ടിനെ ഒന്നാദ്യം ഊരിക്കൊണ്ടുവരാൻ പറ്റുമോ? ഫാമിലി മൊത്തം അകത്ത് പോയിക്കോട്ടെ, അവറ്റകളൊക്കെ ഉണ്ടല്ലോ ഉപദ്രവം. ശരിക്കും അതായത് എന്താ പറയാ, എനിക്ക് കണ്ടപ്പോ പെട്ടെന്ന് മറ്റേ പടം ഇല്ലേ നിങ്ങൾ പറഞ്ഞ എന്തോ തമിഴിലൊരു പടം ഇല്ലല്ലോ, സ്പൂഫ് പടം, തമിഴ് പടം, അതുപോലെയൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. അതായത് ഭയങ്കരമായിട്ടൊരു സ്പൂഫ്, മറ്റേ നമ്മളുടെ ദൃശ്യത്തിന് വെച്ചിട്ടാണ് സംഭവം. അതിനകത്ത് കുറെ പടങ്ങൾ തമിഴ് പടത്തിന് തന്നെ ഫുള്ള് കളിയാക്കുന്നതാണ്, ഓരോ ആക്ടേഴ്സിന്റെ ഇൻട്രോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പക്ഷെ ഇതിന്റെ അകത്ത് ഒരു പടത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഏകദേശം ആ ഒരു സംഭവം. അതും ട്രെയിലർ കട്ട് ചെയ്ത് എങ്ങനെയാണെന്നുള്ള അറിയില്ല കേട്ടോ. അപ്പൊ ആ ഒരൊറ്റ സീനാണോ ഇനി ബാക്കിയുള്ള എല്ലാം കൂടി ഒരുമിച്ച് വരുന്നതാണോ എന്നുള്ളതെന്ന് അറിയില്ല.
പക്ഷെ കാണിച്ചിരിക്കുന്ന ട്രെയിലറിൽ ഭയങ്കര ഒരു എൻഗേജിങ് ഫാക്ടർ ഉണ്ട് അല്ലേ? അത് ഒരു ലോഡ് ക്യാരക്ടേഴ്സ്, ആരെ നമ്മൾ നോക്കണം, എന്താന്നുള്ള ഒന്നും മനസ്സിലാത്ത രീതിയിലുള്ളൊരു ട്രെയിലർ അല്ലെ, അങ്ങനെ പറയാം. ആൻഡ് വരുന്നവരൊക്കെ പെർഫോമേഴ്സ്. അതാണ് കാരണം വിനയ് ഫോർട്ടിനൊക്കെ അറിയാലോ, ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ ഏത് റേഞ്ചിലാണ്. സുരാജ് ചേട്ടൻ നല്ല കുറച്ചൊരു പഴയ ഫോമിലോട്ട് പോയ പോലെ ഉണ്ടായിരുന്നു, കുറച്ച് കോമഡി സ്റ്റൈലൊക്കെ അല്ലേ, ഏകദേശം എന്താ പറയാ ഒരു പ്രായമായിട്ടുള്ള ലുക്കിലൊക്കെ വന്നിട്ട്. പക്ഷെ പഴയ സ്റ്റൈല്, ആ ഒരു കോമഡി ഡയലോഗ്, ആ ഒരു രീതിയിൽ മറ്റേ ഡയലോഗ് ഇഷ്ടപ്പെട്ടു. അതായത് എന്താണ് മറ്റേ ഒരു വൈഫ് അത് 2 വൈഫ് എന്തോ പറയുന്നില്ലേ അവിടെ, ഇന്നലെ സൈജു കുറുപ്പ്, അത് എന്റെ അച്ഛനെ കൊണ്ട് പറ്റുന്നു. അങ്ങനെ ആരൊക്കെ എന്തെങ്കിലും പറ്റുമായിരിക്കും. അത് ഫസ്റ്റിൽ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു സ്റ്റൈൽ, അതായത് കോമഡിയാണ് തോന്നുന്നത്, അതുകൊണ്ടാണ് ആൾക്കാരെ ഏറ്റെടുത്തത്. ഭയങ്കര ഒരു ത്രില്ലർ എലമെന്റ് ഇതിനകത്ത് കാണിക്കുന്നത്. ഒരു ഡാർക്ക് കോമഡി ഫീൽ ആണ് കുറച്ചും കൂടി തോന്നി. കംപ്ലീറ്റ്ലി കോമഡി അല്ല, കാരണം ഒരു ത്രില്ലർ മോഡ് ഇടയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ജഗദീഷ് ചേട്ടനടക്കം ഉണ്ട് സിനിമേൻ്റെ അകത്ത് അല്ലെ. ആ ഒരു ത്രില്ലർ മോഡിന്റെ ഒരു എന്തൊക്കെയോ ഒരു മർഡർ സംഭവങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അതിലൊരു കോമഡി കൊണ്ടുവന്നിട്ട്, എന്തായാലും അതാണ് അതിനകത്തൊരു ഡയലോഗ് ഉണ്ട്, ഈ പടത്തിൽ ഇന്നായി കഴിഞ്ഞാൽ പിന്നെ നല്ല ത്രില്ലർ ആയിരിക്കും എന്ന് പറയുന്നില്ലേ. അതാണ് സംഭവം. എന്തായാലും അതാണ് പടം. ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്താ അറിയോ, April 10 അല്ലേ പടം റിലീസ്. April 10 ദൃശ്യം 2 രണ്ടാമത് തിയേറ്ററിൽ റിലീസ് ആവുന്നത്. ദൃശ്യം 2 നമ്മളെ OTT-ൽ ഇറങ്ങിയ ഏകദേശം ദൃശ്യത്തിന്റെ ഒരു വൈബ് അടിക്കുന്ന ഒരു പടമാണ്. എന്തായാലും അടിപൊളിയായിരുന്നു. ട്രെയിലർ കാണിച്ചിരിക്കുന്നത് തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു സാധനം കൂടി പറയാൻ കേട്ടോ, ലാസ്റ്റിൽ പറഞ്ഞ ഡയലോഗ് ഇല്ലേ, അതായത് ജോർജ് കുട്ടി രക്ഷപ്പെട്ടോട്ടെ കുടുംബക്കാരല്ല പ്രശ്നം എന്ന്. ആക്ച്വലി ഞാനന്ന് പറഞ്ഞില്ല, അജിത് ജോസഫിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഈ ഡയലോഗ് പറയുന്നുണ്ട് ആക്ച്വലി. അതായത് ശരിക്ക് ജോർജ് കുട്ടി അല്ല ഇതൊന്നും ചെയ്തത് മൊത്തം വൈഫും മോളൊക്കെയാണ്, ആള് രക്ഷിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ പിന്നെ ജോർജ് കുട്ടിനെ വേണമെങ്കിൽ രക്ഷിച്ചൂടെ, കുടുംബക്കാരെ വിട്ടു. അത് ആ ഒരു ഡിസ്കഷൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന പോലെ ഉണ്ടായിരുന്നു. കറക്റ്റ് അല്ലേ? ഒബിയസ്ലി. അപ്പൊ എന്തായാലും എന്താ പറയാ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവർ ആഡ് ചെയ്യാൻ നോക്കുമല്ലേ നേരത്തെ. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയാ ഈ ഒരു ട്രെയിലറിനെ പറ്റി അടുത്ത വീഡിയോയിൽ കാണാം.